അപ്പോൾ നമ്മൾ ഈ പനി വരുമ്പം വീട്ടിൽ ഒരു ഡോസ് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാലും കുഞ്ഞിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുഞ്ഞ് മരുന്ന് കുടിച്ച് കഴിഞ്ഞ് പനി ഒന്ന് കുറയുമ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ടോ, അതായത് എന്നും കഴിക്കുന്ന 3 ദോശ കഴിച്ചില്ല 2 ദോശ കഴിക്കുള്ളൂ അല്ല. കുഞ്ഞിന് ഫുഡിനോടേ ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുക. അതായത് പനിച്ചിരിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കില്ല, ചിലപ്പോൾ അവർ വോമിറ്റ് ചെയ്തത് കളയാം. മരുന്ന് കൊടുത്ത് പനി ഒന്ന് പോയി കഴിയുമ്പം കുഞ്ഞ് ആക്റ്റീവ് ആവുന്നുണ്ടോ, കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കുഞ്ഞ് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതേസമയം പനിയുടെ മരുന്ന് കൊടുത്താലും പനി കുറയുമ്പോഴും കുഞ്ഞിങ്ങനെ മാണ്ട് കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട പനിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഈ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ പനി വരും ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഇത്തരം ചില ലക്ഷണങ്ങൾ നോക്കുകയും വേണം. പിന്നെ പനിയെയും ജലദോഷത്തിനെയും ഒന്നും പേടിച്ച് നമുക്ക് സ്കൂളിൽ എക്കാലവും വിടാതിരിക്കാൻ പറ്റത്തില്ല. ഈ വർഷം വിട്ടില്ലെങ്കിൽ അടുത്ത വർഷം വിടേണ്ടി വരും. അടുത്ത വർഷം വീണ്ടും കുഞ്ഞിന് ഈ പനിയും അസുഖങ്ങളും ഒക്കെ വരും. അത് പോകെ അതിനോട് നമ്മുടെ ശരീരം ഫൈറ്റ് ചെയ്യാനും അത് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കാനും ശീലിക്കും. എൻ്റെയും മക്കൾക്കൊക്കെ ഇങ്ങനെ തുടക്കകാലത്ത് അസുഖങ്ങൾ തന്നെയായിരുന്നു, എന്നും ആശുപത്രിയിലായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞിപ്പം അവർ അതിനോടൊക്കെ അവരുടെ ബോഡി ഫൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം അത്രയും പ്രശ്നമില്ലാതെ അസുഖങ്ങൾ വരാതെ പോവുകയും ചെയ്യുന്നുണ്ട്.